ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെയ്യണ ഒരു കേര മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേരമീൻ വെള്ളത്തിലിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിൽ ആ ബ്ലഡൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഈ കഷ്ണം മീനാകുമ്പോൾ അത് ഒത്തിരി ഇട്ട് ഇങ്ങനെ ഒലച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇനി ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഇനി സവാള വഴന്ന് വന്നിട്ട് വേണ്ട ബാക്കിയുള്ള ഇടാൻ, എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഒത്തിരി ടൈം അങ്ങനെ കളയേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ മതി. എൻ്റെ റെസിപ്പികൾ എല്ലാം വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അതിനൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ കൊണ്ടുവരികയും ചെയ്യണം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അത് ഇത്രയും വഴന്ന് വരണം, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചച്ചോവ ഒന്ന് മാറി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം അടുത്ത് തന്നെ എടുത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് പൊടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ. മീൻ കറിക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ മീൻ ഒത്തിരി വേവും തോറും അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. പക്ഷേ ബീഫ്, ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയോ വെന്താലും അത്രയ്ക്ക് ടേസ്റ്റ് കൂടി വരിക ചെയ്യണം. മീൻ കറി അങ്ങനെ ഒത്തിരി വെള്ളത്തിൽ കിടന്ന് വെന്താൽ ആ ടേസ്റ്റ് പോകും. ആവശ്യത്തിനൊരു 3-4 കീറ് കുടംപുളിയും കൂടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് തിളക്കുമ്പോൾ ആ മീനും കൂടി ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്, പക്ഷേ വളരെ ടേസ്റ്റുമാണ് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത്തിരി ഉലുവ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വെറുതെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ചട്ടി ചൂടാക്കി ഉലുവ പൊട്ടിച്ച് ഉലുവ കരിഞ്ഞു പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി മീനിട്ട് കൊടുക്കാം. ഈ മീനിനൊപ്പം മാത്രമേ വെള്ളം നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ കറി ഒത്തിരി കിടന്ന് ഇങ്ങനെ വെന്ത് ആ കറിയുടെ ടേസ്റ്റേ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം മതി. നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് വെച്ച് നല്ലൊരു തിളച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വളരെ സിമ്പിളായിട്ട് റെസിപ്പികളാണ് ഞാൻ കൊണ്ടുവരുള്ളൂ. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ പറ്റണവർ ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചോറിനും കപ്പക്കും അതുപോലെ ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയോടെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയാണിത്. നമ്മുടെ കറി റെഡി ആയിട്ടാ. ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായ ഒരു മീൻ കറിയാണ്. എൻ്റെ എല്ലാ റെസിപ്പികളും സിമ്പിളായിരിക്കും, വളരെ ടേസ്റ്റ് ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.